IAS തലപ്പത്തെ ചേരിപ്പോര് അസാധാരണ തലത്തിലേക്ക് ചീഫ് സെക്രട്ടറിയെ കോടതിയലക്ഷ്യത്തിന് ശിക്ഷിക്കണമെന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറി കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ബി അശോകാണ് ചീഫ് സെക്രട്ടറിക്കെതിരെ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചത്. അശോകിന്റെ പരാതിയിൽ ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരന് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. പ്രജിത വിവരങ്ങൾ. ഈ പുതിയതായി തുടങ്ങിയിട്ടുള്ള തദ്ദേശ ഭരണപരിഷ്കാര കമ്മീഷൻ ആയുമായി ബന്ധപ്പെട്ടുള്ള അധ്യക്ഷനായി നിയമിച്ചതുമായി ബന്ധപ്പെട്ടാണ് ബി അശോക ആദ്യം ചീഫ് സെക്രട്ടറിക്കെതിരെ രംഗത്ത് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ അശോക് ബന്ധപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ അശോക് പരാതി നൽകിയിരുന്നു. ഈ പരാതിയിലാണ് ചീഫ് സെക്രട്ടറി ശിക്ഷിക്കണമെന്നുള്ളൊരു ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെച്ച് അതിന് അദ്ദേഹം കാരണമായി പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഒരു ഉത്തരവ് അത് ചീഫ് സെക്രട്ടറി ലംഘിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ അശോകിനെ ഈ തദ്ദേശ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനാക്കുന്നത് അദ്ദേഹം കൃഷി വകുപ്പിന്റെ ചുമതലയിൽ ഇരിക്കുമ്പോഴാണ്. അതായത് ഒരു വകുപ്പിന്റെ ഒരു കേഡർ പോസ്റ്റിൽ ഇരിക്കുകയാണെങ്കിൽ 2 വർഷമെങ്കിലും പൂർത്തിയാക്കാതെ ആ തസ്തികയിൽ നിന്ന് മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ്. അങ്ങനെ മാറ്റുകയാണെങ്കിൽ അതിന് കേന്ദ്ര സർവീസ് ബോർഡിന്റെ സിവിൽ സർവീസസ് ബോർഡിന്റെ ശുപാർശ വേണമെന്നുമുള്ള ഒരു ഉത്തരവ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ പുറത്തിറക്കിയിരുന്നു. ഈ ഉത്തരവ് ചൂണ്ടിക്കാട്ടിയാണ് അശോക് ചീഫ് സെക്രട്ടറിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. കാരണം താൻ ചീഫ് സെക്രട്ടറി, അതായത് അദ്ദേഹം കാർഷികോൽപാദന കമ്മീഷണറായി 2 വർഷം പൂർത്തിയാക്കുന്നത് ഈ ഫെബ്രുവരി 7-നാണ്. എന്നാൽ ജനുവരി 9-ന് തന്നെ ഈ പറയുന്ന രീതിയിൽ തദ്ദേശ ഭരണപരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിച്ചു എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. ഇതുവഴി ചീഫ് സെക്രട്ടറി ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഉത്തരവ് അത് ലംഘിച്ചിരിക്കുന്നു എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. ഇതിലാണ് ശിക്ഷാ നടപടികൾ ബി അശോക് ആവശ്യപ്പെടുന്നത്. അതേസമയം കൃത്യമായി ശാരദാ മുരളീധരൻ നൽകിയിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ നൽകിയിരിക്കുന്ന നടപടിക്രമങ്ങൾ പാലിച്ചും മന്ത്രിസഭയുടെ നിർദ്ദേശപ്രകാരവുമാണ് അശോകിനെ ഇത്തരമൊരു പോസ്റ്റ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഈ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ, അതായത് തദ്ദേശ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ എന്നുള്ളത് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ തുല്യമായ തസ്തികയാണെന്നും ചീഫ് സെക്രട്ടറി നൽകിയ വിശദീകരണത്തിൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഈ ഉത്തരവ് ലംഘിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം നൽകാൻ ഏപ്രിൽ 1-ന് മുൻപായി സത്യവാങ്മൂലം നൽകാൻ ശാരദാ മുരളീധരന് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ IAS തലപ്പത്തെ തമ്മിലടികൾ കഴിഞ്ഞ കുറേ കാലമായി തുടരുകയാണ്. പ്രത്യേകിച്ച് എൻ പ്രശാന്തുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രശ്നങ്ങൾ കണ്ടതാണ്. അന്ന് ചീഫ് സെക്രട്ടറിയുമായും എൻ പ്രശാന്തിന് ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്ന പലതരം ഇടപെടലുകൾ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് വിശദീകരണം പോലും ചോദിക്കാതെ ചീഫ് സെക്രട്ടറി എൻ പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തു എന്നുള്ള ഒരു ആരോപണം അദ്ദേഹം തന്നെ ഉയർത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറിക്കെതിരെ മറ്റൊരു മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ കൂടി രംഗത്ത് വരുന്നത്. അതും ചീഫ് സെക്രട്ടറിയെ ശിക്ഷിക്കണമെന്നൊക്കെയാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. നിഖിൽ. ശരി പ്രജിത്ത്, എന്തായാലും IAS തലപ്പത്തെ ചേരിപ്പോര് അസാധാരണ തലത്തിലേക്ക് നീങ്ങുകയാണ്. ചീഫ് സെക്രട്ടറിയെ കോടതി അലക്ഷ്യത്തിന് ശിക്ഷിക്കണമെന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറി ആവശ്യപ്പെട്ടു. കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ബി അശോകാണ് ചീഫ് സെക്രട്ടറിക്കെതിരെ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചത്.